ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് കൊണ്ടാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 വലിയ ഉള്ളി. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി നമുക്ക് ആ എരിവിൻ്റെ ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. പിന്നെ അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ടിട്ടോ. അത് നല്ലൊരു സ്മെല്ല് കിട്ടാനാണ്. അത് കൂടെ ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് നല്ല വാടിക്കിട്ടണ്ട കേട്ടോ. ഏകദേശം ഈ പരുവായാൽ മതി. ഞാൻ മുട്ട പുഴുങ്ങി വെച്ചതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൈദയല്ല കേട്ടോ അവിടെ വേണ്ടത്. മൈദ ഞാൻ എടുത്തിട്ട് സംഭവം ആ ഒരു പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ ഇതാക്കിയിട്ടാണ് കേട്ടോ ചെയ്തത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആ സ്ക്വയർ ടൈപ്പിൽ വരുന്ന അവിടെ മാത്രം വെച്ചാൽ മതി കേട്ടോ മസാല. ഇല്ലെങ്കിൽ നമുക്കത് ബോക്സ് ചെയ്യാനും ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതിനെ അങ്ങനെ ആക്കിയിട്ട് ഇനി അതിന് കറക്റ്റ് നമുക്കൊരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് അത് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ മസാല നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന ടൈമിൽ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. മുട്ട കൂടി ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആ ഒരു പൊട്ടിത്തെറിക്കണ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്നാക്കാം കേട്ടോ. കറക്റ്റ് നമുക്ക് ആ ഒരു ബോക്സ് ടൈപ്പിൽ കിട്ടണം കേട്ടോ. ഹിസോട്ടി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വാശിയായിട്ട് കരയും താഴത്ത് നിന്നിട്ട്. അതാണ് അവിടെ അങ്കലാപ്പുകൾ കാണുന്നത്. നമുക്കിതാ അങ്ങനെ ആക്കിയിട്ട് ഇപ്പം അത് കറക്റ്റ് ഒരു ബോക്സിൻ്റെ രൂപമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ വിധത്തിലായിട്ട് നമുക്ക് ബാക്കിയുള്ള കൂടെ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. കാരണം നമുക്ക് മറ്റേത് സമൂസയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓൾറെഡി മസാലകൾ ഉണ്ടാക്കാനൊക്കെ കുറച്ച് പണിയില്ലേ. ഇതാകുമ്പോൾ പിന്നെ 1-2 ഉള്ളി ഉണ്ടെങ്കിൽ സംഭവം റെഡിയായി. പിന്നെ ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ചൂടായി വരട്ടെ. നന്നായി ചൂടായി വരുമ്പോൾ മാത്രം അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ സമൂസയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണ പോലെ ആ ഒരു കളറിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഏകദേശം ഇതാണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മോൻക്ക് എപ്പോഴും സമൂസ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവനക്ക് ഉമ്മച്ചി വേറെ എന്തെങ്കിലും ഉണ്ടായിക്കാട്ട് വന്നപ്പോൾ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്താണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.